ഋഷഭാന്നൊരു കഥ എനിക്ക് വേണ്ടി എഴുതിയ കഥയല്ല, ഒരു കഥയിലേക്ക് അവരെന്നെ ക്ഷണിക്കുകയായിരുന്നു. അതെത്രത്തോളം സക്സസ്ഫുൾ എന്നൊക്കെ ഉള്ളത് സിനിമയുടെ റണ്ണിങ്ങിനെ പറ്റിയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ബട്ട് ഫോർ മീ ഈ സിനിമ നല്ലൊരു കഥയായിട്ട് തോന്നി, എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് തോന്നി, എൻ്റെ അതൊരു ഇമോഷണൽ വാല്യൂ ഉള്ള സിനിമയായിട്ട് തോന്നി. സോ ഐ ഡിഡ് ദാറ്റ്. ഇപ്പം ഒരു ഇൻഡസ്ട്രി ഹിറ്റൊക്കെ അടിച്ച് എല്ലാ റെക്കോർഡുകളും ബ്രേക്ക് ചെയ്തിട്ട് നിൽക്കുകയാണ്. ലാലേട്ടൻ ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ച് എല്ലാം ഇൻഡസ്ട്രി ഹിറ്റൊക്കെ അടിച്ച് എല്ലാ റെക്കോർഡുകളും ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതായത് കിഷ്കിന്ദാകാന്ഡം പോലത്തെ കഥാപാത്രങ്ങൾ, സിനിമയിലെ കഥാപാത്രങ്ങളൊന്നും എന്നെ തേടി വരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ നടന്മാരും അല്ലെങ്കിൽ പുതിയ നടന്മാരൊക്കെ എല്ലാവരും പാൻ ഇന്ത്യൻ സിനിമകളുടെ പുറകെയാണ്. പക്ഷെ ലാലേട്ടൻ ഇത്രയും റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്തിട്ടും കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ നല്ല കഥാപാത്രങ്ങളാണ് തേടിയിരിക്കുന്നത്. അപ്പം ഈ ഒരു വൃഷഭം എന്ന് പറഞ്ഞ സിനിമയിൽ തന്നെ ലാർജർ ആൻഡ് ലൈഫ് ഒരു ക്യാരക്ടറാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇപ്പം ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ ആക്ടിങ്ങിന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് ഉള്ള അല്ലെങ്കിൽ ഇമോഷണലായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രമായിട്ട് തോന്നി. അപ്പം ഈ പടം എങ്ങനെയാണ് ലാലേട്ടൻ അല്ലെങ്കിൽ വലിയ സിനിമകൾ ചെയ്യുമ്പോൾ കഥാപാത്രമാണോ നോക്കുന്നത്, അല്ലെങ്കിൽ ഒരു ലാർജർ ആൻഡ് ലൈഫ് അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലാണോ നോക്കുന്നത്? ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞു, ഈ സിനിമയുടെ കഥ പറഞ്ഞപ്പോൾ അതിൽ കുറച്ച് പ്രത്യേകതകളുള്ളതായിട്ട് തോന്നി. ഒരു നോർമൽ സിനിമയുടെ കഥയായിട്ടല്ല. റീഇൻകാർണേഷനെ കുറിച്ചുള്ള സിനിമകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഡിഫറെൻറ്റ് റീഇൻകാർണേഷൻ ആണെന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. രണ്ട് ഈറയിൽ പറയുന്ന കഥയാണ്. സോ അതിൽ ബേസിക്കായിട്ട് ഞാൻ പറഞ്ഞത് തന്നെ എൻ്റെ അത് കോണ്ടന്റ് വൈസ് അതിന് ലവ് എന്ന് പറയുന്നതിന് വലിയൊരു സ്ഥാനം, അച്ഛൻ മകൻ എന്നൊക്കെ പറയുന്ന റിലേഷൻഷിപ്പിന് വലിയ സ്ഥാനമുണ്ട്. ഞാൻ അതാ പറയാം, സോ മെനി ആക്ഷൻസ്. സാധാരണ സിനിമകളിൽ ധാരാളമായി കൂടുതൽ ആക്ഷൻ ഉണ്ട്. ഡിഫറെൻറ്റ് പീരിയഡിലുള്ള ഫിലിമാണ്. അത്തരം സിനിമകൾ ഞാൻ അധികം ചെയ്തിട്ടില്ല. ആൻഡ് ഓഫ് കോഴ്സ് ഓൾവേസ് ഐ സേ I trust my director more than any other thing. I trust my director. So I had that kind of confidence with Nanda Kishore. അതുകൊണ്ടാണ് ഈ സിനിമ അക്സെപ്റ്റ് ചെയ്തത്. അത് സിനിമ കണ്ടിട്ട് പറയാൻ പറ്റുള്ളൂ. അതെത്രത്തോളം സക്സസ്ഫുൾ എന്നൊക്കെ ഉള്ളത് സിനിമയുടെ റണ്ണിങ്ങിനെ പറ്റിയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ബട്ട് ഫോർ മീ ഈ സിനിമ നല്ലൊരു കഥയായിട്ട് തോന്നി, എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് തോന്നി, എൻ്റെ അതൊരു ഇമോഷണൽ വാല്യൂ ഉള്ള സിനിമയായിട്ട് തോന്നി. സോ ഐ ഡിഡ് ദാറ്റ്. ഒരുപാട് നമ്മളിപ്പോ ഒരു സിനിമ കഴിഞ്ഞ കാണാൻ മമ്മൂക്കയുടെ ഒരു അഭിമുഖത്തിൽ മമ്മൂക്ക പറഞ്ഞു, ലാലേട്ട മമ്മൂക്ക ഒരു അഭിമുഖത്തിൽ മമ്മൂക്ക പറയുന്നുണ്ടായിരുന്നു, ഒരു കഥ എഴുതുമ്പോൾ എനിക്കായിട്ട് ഒരിക്കലും ഒരു കഥ എഴുതരുത്, അല്ലെങ്കിൽ എന്നെ കണ്ടിട്ട് ഒരിക്കലും ഒരു കഥ എഴുതരുത്, ആ കഥയിൽ ഒരു കഥാപാത്രമാണ് എന്ന് തോന്നിയാൽ മാത്രമേ ഇത് ചെയ്യാവൂ. അപ്പം ലാലേട്ടൻ ചെയ്യുന്ന ഓരോ സിനിമകളും അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ആ കഥാപാത്രമായി മാറുമ്പോൾ തിയേറ്ററിൽ എഴുന്നേറ്റ് കൈയടിക്കുന്ന മൊമെന്റുകളും അല്ലെങ്കിൽ വിസിലടിക്കുന്ന രോമാഞ്ചുകൾ ഒരുപാട് മൊമെന്റുണ്ട്. അപ്പം ഇതിലെ ട്രെയിലർ കാണുമ്പോൾ പോലും നമുക്ക് പഴയ നമ്മുടെ പല സിനിമകളിലെ ലാലേട്ടൻ ചെയ്ത ആക്ഷൻ സീനുകളൊക്കെ ഓർമ്മ വരുന്നുണ്ട്. അപ്പം ഇതിലെ ഫൈറ്റ് സീനുകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, ആ ഒരു മേക്കിംഗ് കാര്യങ്ങളൊക്കെ ലാലേട്ടൻ ട്രെയിലർ കാണുമ്പോൾ നമുക്കൊരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? അതിന് നേരത്തെ പറഞ്ഞു, ഇതൊരു സാധാരണ സിനിമയായിട്ട് തോന്നിയില്ല. അതിൽ ഒരുപാട് ആക്ഷൻസിന് ഇമ്പോർട്ടൻസ് ഉള്ളൊരു സിനിമയാണ്. നമ്മൾ സാധാരണ കാണാത്ത ആക്ഷൻസ് ഉണ്ട്, ലൈക്ക് അതിൻ്റെ പീരിയഡ് ഫിലിമൊക്കെ ഉണ്ട്. അപ്പം അത് തന്നെയാണ് എൻ്റെ പ്രത്യേകത. അതിനെ കൂടുതൽ ഡിഫൈൻ ചെയ്യാൻ എനിക്കറിയില്ല. എൻ്റെ കണ്ടന്റ് തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെയാണ്. ഇപ്പോൾ ഇത് ഋഷഭാന്നൊരു കഥ എനിക്ക് വേണ്ടി എഴുതിയ കഥയല്ല, ഒരു കഥയിലേക്ക് അവരെന്നെ ക്ഷണിക്കുകയായിരുന്നു. വി ഹാവ് എ സ്റ്റോറി ലൈക്ക് ദിസ്, ക്യാൻ യു ആക്ട് ലൈക്ക് ദിസ്? ദിസ് സ്റ്റോറി ഈസ് നോട്ട് റിട്ടൺ ഫോർ മോഹൻലാൽ, എനിക്ക് വേണ്ടി എഴുതിയ കഥയല്ല. ഐ തിങ്ക് am I right, Nanda? You wrote a story, then you invited me to that film. So he can give more ideas on this. Just tell. They want to know. Yeah, I understood the question. I can understand clear Malayali. So, sir, to answer your question, when we write a subject, it will be about a king who is like this. So after you are drafting, and after you cannot draft something keeping some particular aesthetics in mind, then your story will be inclined towards that particular entity or person or drive. But when you want to write a story in the purest of form, then there will be no imagination. So after the story is done, when you look at the story and when you say that who can do this, who can pull it off, then there was no doubt, no question, it was only Lalatan sir. I did not see another alternate actor for that. So it is a blessing in disguise. This story, after being written, it was destined for Lal sir, is what I can say.